കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്ന 32-33 വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയെന്ന് പരാതി. വിഷയത്തിൽ വാർഡ് കൗൺസിലർമാരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭാ പടിക്കൽ നിരാഹാര സമരം നടത്തും. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന 32-33 വാർഡുകളിലെ താമസക്കാരാണ് 25-ന് രാവിലെ 10:30 മുതൽ സമരത്തിലേക്ക് കടക്കുന്നത്. 2 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിലെ താമസക്കാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരും നിർധനരുമാണ്. 2 വാർഡുകളിലെയും കൗൺസിലർമാർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമില്ല. വേനൽക്കാലത്ത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല. തുടർന്ന് നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയും ഗുണഭോക്താക്കൾ ഒപ്പിട്ട് നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകുകയും ചെയ്തിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല. കൂടാതെ ജലവിഭവ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. കുഴൽക്കിണർ കുത്തിയാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയുള്ളതിനാൽ കിണർ നിർമ്മിക്കാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് 2 കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ച് ആലോചനാ യോഗം വിളിച്ചപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കുടിവെള്ള പദ്ധതിക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോട്ടരിക്കുന്ന് ഭാഗത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ നിന്ന് വെള്ളം ലഭ്യമാക്കാമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രശ്നം പരിഹരിക്കാമെന്നും ഇരുവരും ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടി ഉണ്ടാക്കാത്തതിനാൽ നഗരസഭാ ഓഫീസിലെത്തി വിവരം തിരക്കിയപ്പോൾ 5 ലക്ഷം രൂപ മറ്റൊരു പദ്ധതിക്കായി മാറ്റിയതായി അറിഞ്ഞു. തുടർന്ന് കൗൺസിൽ യോഗത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പും പാഴായി. തുടർന്ന് കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകാനാണ് തീരുമാനമെടുത്തത്. എന്നാൽ 4-5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 4 ദിവസത്തിലൊരിക്കൽ 200 ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ വരെ ഞങ്ങൾ ജീവിക്കുക. എന്നിട്ട് ഇവരോട് എന്ന് പറയുമ്പോഴല്ല അവർ പരിഹാരമൊന്നും ഇല്ല, അവർക്ക് പറയാനില്ല. അവർക്ക് ഒരു 50 ലിറ്റർ വെള്ളം 100 ലിറ്റർ വെള്ളം കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെ ചെയ്യും. 5-6 പിള്ളേരും ഒക്കെ ഉള്ള വീട്ടിൽ. മേഖലയിലെ താമസക്കാരിൽ കിടപ്പ് രോഗികളും വയോജനങ്ങളുമുണ്ട്. പലരും വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. നിർധന കുടുംബങ്ങൾ തലച്ചുമടായി കിലോമീറ്ററോളം യാത്ര ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പുളിക്കമാക്കൽ അംബിക ഇത്തരത്തിൽ വെള്ളം കൊണ്ടുവരുന്നതിനിടെ വീണ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഒരു മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ മുനിസിപ്പൽ കൗൺസിലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അവരത് മുനിസിപ്പാലിറ്റി അറിയിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്തു തരുന്ന ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ ജയിക്കുന്നത് നമ്മുടെ വോട്ട് കൊണ്ടാണ്. ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവര് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞങ്ങൾക്ക് ഒരു കൗൺസിലർ? ഞങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി തപ്പി കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ പോരെ. ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമരസമിതിയുടെ ആവശ്യം. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരസമിതി അംഗങ്ങളായ അരുൺകുമാർ KT, ഷൈജു രാജു, സാബു വാസുദേവൻ, സന്തോഷ് ആത്തിശരത്ത്, സെൽവി കുമരേശൻ, വത്സമ സഹദേവൻ, സിനിമോൾ KT, സന്തോഷ് രാജൻ, പ്രിൻസ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.